രുദ്രതീർത്ഥത്തിലെ രണ്ടാമത്തെ കാർഡ് ശത്രു എന്നുള്ള കാർഡാണ്. അപ്പോൾ ഈ ശത്രു എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്വന്തം ഭയങ്ങളോ സംശയങ്ങളോ ചിലപ്പോൾ ശത്രുവായിട്ട് തീരും. അതുകൂടാതെ ജീവിതത്തിൽ വൈരാഗ്യങ്ങളും നമ്മുടെ തന്നെ മത്സര മനോഭാവവും തടസ്സങ്ങൾ സൃഷ്ടിക്കും. നമ്മൾക്ക് നമ്മളോട് വൈരാഗ്യം, മറ്റുള്ളവരോട് വൈരാഗ്യം, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതുകൂടാതെ നമ്മുടെ വിജയങ്ങളും സന്തോഷങ്ങളും തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഉയർച്ച കണ്ടിട്ട് നമ്മളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ്, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മൾക്കെതിരെ പ്രയോഗങ്ങൾ വരുമ്പോഴും അതൊരു ശത്രുവായിട്ട് മാറാം. അപ്പോൾ അത്തരം ശത്രുത വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിന് പുറപ്പെട്ടാലും നമ്മൾക്ക് തടസ്സങ്ങൾ മാത്രമായിരിക്കും. കൃത്രിമത്വമോ അവ്യക്തതയോ ഉള്ള തടസ്സമുണ്ടാവും. അപ്പോൾ എന്താ വേണ്ടെങ്കിൽ അങ്ങനൊരു സൂചന വന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമുക്ക് അങ്ങനെ സൂചന വന്നാൽ പോലും നമുക്ക് ആരെ വിശ്വസിക്കണമെന്ന് പോലും നമുക്ക് ചിലപ്പോൾ നമ്മൾ പോയിട്ട് ഇതെല്ലാം തുറന്നു പറയണത് നമ്മളുടെ പതനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടാവും, അല്ലെങ്കിൽ നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് തന്നെയാവും. അപ്പോൾ ആരെ വിശ്വസിക്കണം, ആരുടെ അടുത്ത് പോവണം എന്നറിയാതെ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷനാവും. അപ്പോൾ ഇവിടെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. വളരെ പ്രിക്കോഷൻ എടുക്കേണ്ട സമയം. നമ്മുടെ ശത്രു ഏതാണ്, മിത്രം ഏതാണെന്ന് ഒന്ന് ഇന്നർ മൈൻഡിന്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കണ്ണടച്ചിട്ടിരുന്നാൽ ചിലപ്പോൾ തന്നെ നമുക്ക് അവരുടെ മുഖങ്ങൾ കാണിച്ചു തരും. അപ്പോൾ ഇവിടെ നമ്മളുടെ അഹങ്കാരം, നമ്മുടെ അസൂയ, നമ്മുടെ കോപം, നമ്മുടെ പേടി, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ്, ഇതെല്ലാം നമ്മളെ തന്നെ തകർക്കാൻ പോകുന്ന ശത്രു ആണ്. അതുകൂടാതെ നമ്മൾ വലിയ പുരോഗതി ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർ വളർച്ച തടയണതും ശത്രുവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു അഫർമേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ്? എൻ്റെ ഉള്ളിലെയും പുറത്തെയും ശത്രുക്കളെ ഞാൻ ജയിക്കുന്നു, ഞാൻ സുരക്ഷിതനും പ്രപഞ്ചശക്തിയാൽ സംരക്ഷിതനുമാണ് എന്നുള്ളൊരു അഫർമേഷൻ പറയാം. നമുക്ക് ശത്രു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശിവ ജപിക്കുക. എന്നിട്ടാണ് എൻ്റെ ഉള്ളിലെയും പുറത്തെയും ശത്രുക്കളെ ഞാൻ ജയിക്കുന്നു, ഞാൻ സുരക്ഷിതനും പ്രപഞ്ചശക്തിയിൽ സംരക്ഷിതനുമാണ് എന്ന് പറയുമ്പോൾ നമ്മളെന്തായാലും പ്രൊട്ടക്റ്റഡ് ആവും പ്രപഞ്ചത്താൽ.